ഈ മുഖക്കുരുവുള്ള മുഖവും വെച്ചിട്ടാണോ നീ എൻ്റെ കൂടെ ഇന്ന് വരുന്നത്? ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി കോലത്തിൽ എൻ്റെ കൂടെ വരണ്ടെന്ന്. നാശം പിടിക്കാൻ. അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് ഇവളെയും കൊണ്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ കലി വരും. ജിതിൻ്റെ വാക്കുകൾ ലയയുടെ നെഞ്ചിലേക്ക് ചാട്ടുളി പോലെ പെയ്തിറങ്ങി. ഹാളിൽ അമ്മയും അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും നിൽപ്പുണ്ട് എന്നുള്ള ഒരു നോട്ടവും ഇല്ലാതെയായിരുന്നു ജിതിൻ്റെ സംസാരം. മോള് വാ. ലയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവി അകത്തേക്ക് നടന്നു. ജിതിൻ്റെ അമ്മയാണ്. ഈ സാരി മാറ്റിക്കോ അമ്മ, ഇപ്പോൾ വരാം. ഡോർ ലോക്ക് ചെയ്ത് ദേവി പുറത്തേക്ക് നടന്നു. ചെന്ന വഴി ജിതിൻ്റെ കവിളിൽ ദേവി കൈ വീശിയടിച്ചു. ഡിവോഴ്സ് വേണോ നിനക്ക്? ദേവിയുടെ ചോദ്യം കേട്ട് ജിതിൻ ഞെട്ടി. മക്കൾ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ വൈകും. നിത്യയെയും അരുണിനെയും നോക്കി ദേവി പറഞ്ഞു. അമ്മേ. നിത്യ മെല്ലെ വിളിച്ചു. ചെല്ലു മക്കളെ. ദേവി ശബ്ദം കനപ്പിച്ചു. ഒന്നും മിണ്ടാതെ അവർ പോർച്ചിലേക്ക് ഇറങ്ങി. കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. ഇനി നീ വിട്ടോ, ജിതിനെ നോക്കി ദേവി പറഞ്ഞു. അത് പിന്നെ അമ്മേ, ഞാൻ മോളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. കുറേ ആയി അത് സഹിക്കുന്നു. നിന്നെപ്പോലെയുള്ള ഒരാളുടെ കൂടെ ഇരുന്ന് അതിൻ്റെ ജീവിതം കളയണ്ട അമ്മേ. അത് പിന്നെ ഞാൻ. നാണാവില്ലേ നിനക്ക് എന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ? ഡ്രസ്സ് ശരിയല്ല, സാരി മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ, വീട്ടിൽ ബനിയനോ ലെഗിങ്സോ ഷോർട്ട്സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ചുരിദാർ മാത്രം, മുടി അഴിച്ചിടാൻ പാടില്ല, ആരെങ്കിലും പരിചയക്കാർ വന്നാൽ അവരോട് സംസാരിക്കാൻ പാടില്ല. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മാസം 6 ആയുള്ളൂ. ആ കുട്ടി ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഞാൻ കുറേ ആയി കാണുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, ഒരു ജോലിക്ക് വിടോ നീ? അതുമില്ല, നിനക്ക് നിന്റെ ഇഷ്ടത്തിന് നടക്കാം, അവൾക്കൊന്നും പാടില്ല. ഇനി അതിവിടെ നടക്കില്ല. ഇന്ന് ഞാൻ മോളോട് ചോദിക്കും ഡിവോഴ്സ് വേണമെന്ന്. വേണമെന്നാണ് അവളുടെ മറുപടിയെങ്കിൽ അതങ്ങ് കൊടുത്തേക്കണം. അതല്ല, ഇനി ഇവിടെയാണ് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ ഇവിടെ ജീവിച്ചോട്ടെ. എത്ര കുടുംബങ്ങളിൽ വിവാഹം ഒരു അലങ്കാരമായി നടത്തി പേരിന് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. ആ കുട്ടിക്ക് പോകാൻ ഒരിടമില്ല. അനാഥയാണ്. നിന്നെ കെട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അമ്മയും മരിച്ചു. ഇനി എവിടേക്ക് ഇറങ്ങിപ്പോകും അത്? ഇനി നീ മോളെ എന്തേലും അനാവശ്യം പറഞ്ഞാൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല. ഓർത്തോ, നിന്റെ താഴെയുള്ള അനിയത്തിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയത്. ഹരി എത്ര ഭംഗിയായിട്ടാണ് അവളെ നോക്കുന്നത്, കണ്ടു പഠിക്കുന്നീ. അതും പറഞ്ഞ് ദേവി തിരിഞ്ഞു നടന്നു. പിന്നെ കല്യാണത്തിന് നീ തന്നെ പോയാൽ മതി, ഞാനും മോളും ഇല്ല. തിരിഞ്ഞു നിന്ന് പറഞ്ഞിട്ട് ദേവി ലയയുടെ അടുത്തേക്ക് നടന്നു. മോളെ, ദാ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി. അലമാരയിൽ നിന്നും ഒരു ജീൻസും ടോപ്പും എടുത്ത് ലയയ്ക്ക് നേർക്ക് നീട്ടി. അമ്മേ. അന്താളിപ്പോടെ ലയ ദേവിയെ നോക്കി. നിത്യമോളുടെയാണ്, മൂക്ക് നന്നായി ചേരും. എന്നാലും അമ്മേ, ഞാൻ ഒരു കമ്മയുമില്ല. മര്യാദക്കിട്ടിട്ട് താഴേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ദേവി തിരിഞ്ഞു നടന്നു. പിന്നെ തോൽക്കാൻ മനസ്സുകൊണ്ട് തീരുമാനം എടുത്താൽ എന്നും തോൽവി തന്നെയാകും വിധി. പിന്നെ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനും തുടങ്ങും. ഇന്നു മുതൽ ജയിക്കാനായി തീരുമാനം എടുത്താൽ മതി, എല്ലാം ശരിയാകും. തിരിഞ്ഞു നിന്ന് ലയയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവി തിരിഞ്ഞു നടന്നു. ആ മുടിയങ്ങ് വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കും മോളെ. പുരുകൻ ത്രെഡ് ചെയ്യണം. ഈ മുഖത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതെല്ലാം ചെയ്തു കൊടുത്തേക്കണം. ഞാൻ പുറത്തുണ്ടാകും. ടൗണിലെ പ്രശസ്തമായ ലേഡീസ് ബ്യൂട്ടി പാർലറിൽ ലയയും കൊണ്ടുപോയി ദേവി അവിടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞത് കേട്ട് ലയ പകച്ചു. മോൾക്ക് നല്ല ഭംഗിയുണ്ട്, എന്നാലും ഒരു മാറ്റം നല്ലതാണ്. തലയിൽ താളിയും തേച്ച് കുളിച്ച് എണ്ണയും തേച്ച് പിടിപ്പിക്കണത് നല്ലതാണ്, പക്ഷേ ഇടയ്ക്കിങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ലയയെ നോക്കി പറഞ്ഞു ദേവി പുറത്തേക്ക് നടന്നു. കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു പകൽ. ഏട്ടാ, ഞാൻ ഇറങ്ങുന്നു. ഓഫീസിൽ നിന്ന് ഇത്തിരി നേരത്തെ എത്തണം. മോനെ കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും യൂണിഫോമും അമ്മ നോക്കിക്കോളും. സ്കൂൾ ബസ് വരുമ്പോൾ ഒന്ന് കയറ്റി വിട്ടാൽ മതി. ലയ ജിതിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. മോളെ. ദേവിയുടെ വിളി കേട്ട് ലയ തിരിഞ്ഞു നോക്കി. കഴിക്കുന്നില്ലേ? ഇല്ലമ്മേ, ഇന്ന് ഇച്ചിരി തിരക്ക് കൂടുതലുള്ള ദിവസമാണ്. മാസാവസാനമല്ലേ, അതിൻ്റെ ഒരു തിരക്ക് അറിയാലോ അമ്മയ്ക്ക്. അമ്മയ്ക്കൊന്ന് പുറത്തു പോകണമെന്നുണ്ടല്ലോ. മുന്നോട്ട് നടന്ന ലയ പെട്ടെന്ന് നിന്നു. എന്തേ? പതിവില്ലാതെ ദേവിയുടെ സംസാരം കേട്ട് ലയ അടുത്തേക്ക് വന്ന് ചോദിച്ചു. 2 ദിവസമായി ഒരു തളർച്ച. മനസ്സിന് ഒരു സുഖമില്ല, ശരീരം വല്ലാത്ത വേദന. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ മോൾക്ക് തിരക്കല്ലേന്ന് കരുതി ബാഗിൽ നിന്ന് മൊബൈലെടുത്ത് ലയ മാനേജറെ വിളിച്ചു. സാർ, ഞാനിന്ന് ലീവാണേ, അമ്മയ്ക്കിന്ന് എൻ്റെ കൂടെ ഇരിക്കണമെന്ന്. 4 മാസമായിട്ട് ലീവ് എടുത്തിട്ടില്ലല്ലോ. അത്യാവശ്യം വേണ്ട വർക്കുകൾ ഞാൻ വീട്ടിലിരുന്ന് ചെയ്തു തരാം. കോൾ കട്ട് ചെയ്ത് ദേവിയെ നോക്കി കണ്ണിറുക്കി ലയ. എവിടേക്ക് പോകണം? ലയ പുഞ്ചിരിച്ചുകൊണ്ട് ദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഗുരുവായൂർ. കള്ളകൃഷ്ണനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് വൈകുന്നേരം പോകാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് അമ്മയുടെ നാട്ടിൽ വരെ പോയിട്ട് വരാം.
വല്യമ്മയെ കണ്ടിട്ട് കുറച്ചായില്ലേ നമ്മൾ. മാത്രമല്ല ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് വലിയ ഇഷ്ടമാണെന്നല്ലേ പറയാറ്. പിന്നെ വൈകുന്നേരം കാശിയുടെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഗുരുവായൂർ പോകാം കാറിൽ. പിന്നെ ശനിയും ഞായറും അല്ലേ, രാത്രി അവിടെ റൂം എടുത്ത് പുലർച്ചെ നിർമ്മാല്യം തൊഴാം. പിന്നെ നാളെ ഫുൾ അവിടെ ഇരിക്കാം, പോരെ? ദേവിയെ ചേർത്ത് പിടിച്ചു ലയ. അവനോട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചൂടെ നിനക്ക്? എന്തിന്? ഭാര്യയുടെ സൗന്ദര്യം കൂടി പോയതുകൊണ്ട് ആണുങ്ങൾ എന്നെ നോക്കി വെള്ളം ഇറക്കുന്നുവെന്ന് പിന്നാലെ നടന്ന് ചെവിയിൽ പറയാനോ? അമ്മയുടെ കൂടെ ആകുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്തിനാന്ന്? വർഷം 7 ആയില്ലേ എന്നെ കാണുന്നു, എന്നിട്ടും എന്നെ പഠിച്ചില്ലേ? ഞാൻ പൊരുത്തപ്പെട്ടു അമ്മ. ദേവിയുടെ ചുമരിലേക്ക് ചാരി ലയ മെല്ലെ പറഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.